നമസ്കാരം. +1 ഫോക്കസ് ഏരിയ പോർഷൻസ് മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോഴ്സ്? ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് ഫോഴ്സ് അല്ലാത്തത്? ഓപ്ഷൻസ് നോക്കാം. ഇമ്പൾസ്, ടെൻഷൻ, ത്രസ്റ്റ്, വെയിറ്റ്. ഇതിൻ്റെ ആൻസർ ഇമ്പൾസ് ആണ്. ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റോപ്പ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് എടുത്ത് രണ്ട് പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് സ്ട്രെച്ച് ചെയ്ത് കെട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരറ്റത്തൊരു വെയിറ്റ് വെച്ച് ഹാങ് ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഒരു വെയിറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന വലിവ്, നമ്മൾ ഈ സ്ട്രിങ്ങിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ അതിൻ്റെ ഇരുവശങ്ങളിലേക്കും ആ പോയിന്റിൽ നിന്ന് വലിവ് അനുഭവപ്പെടും. ആ വലിവിനെയാണ് നമ്മൾ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വലിവെന്ന് പറഞ്ഞാൽ അവിടെ ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് തന്നെയാണ്. ഇനി ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് എന്നാണ്. അതായത് നമ്മളൊരു സർഫസ് എടുത്തു, ഈ സർഫസിന് പെർപെൻഡിക്കുലറായി താഴേക്കോ മുകളിലേക്കോ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേപോലെ വെയിറ്റ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ്സുള്ള ഒരു ഒബ്ജക്റ്റിൽ എർത്ത് അപ്ലൈ ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് വെയിറ്റ് എന്ന് വിളിക്കുന്നത്. വെയിറ്റിന് നമ്മൾ W എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. വെയിറ്റിൻ്റെ ഇക്വേഷൻ W = m g ആണ്. G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, വാല്യൂ 9.8. അപ്പോൾ ഈ മൂന്ന് ക്വാണ്ടിറ്റീസും ഫോഴ്സ് തന്നെയാണ്. ഇതിൻ്റെ മൂന്നിൻ്റെയും യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതേപോലെ ഡയമെൻഷൻ mL/T⁻² തന്നെയാണ്. പക്ഷേ ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് അല്ല. ഓക്കെ, ഇമ്പൾസിന് നമ്മൾ പഠിച്ച ഇക്വേഷൻ, ഇമ്പൾസിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ I എന്നാണ്. ഇമ്പൾസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇമ്പൾസിൻ്റെ രണ്ട് ഇക്വേഷനാണ് ഉള്ളത്. ഇമ്പൾസ് ∆P എന്ന് എഴുതാം. ∆P എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഓക്കെ, അതായത് ഫൈനൽ മൊമെൻറ്റം P2 മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം P1. ഓക്കെ, ഇത് ഒരു ഇക്വേഷൻ. ഇനി രണ്ടാമതൊരു ഇക്വേഷൻ കൂടെ ഉണ്ട് ഇമ്പൾസിന്. ഇമ്പൾസ് ഫോഴ്സ് ഇൻറ്റു ചേഞ്ച് ഇൻ ടൈം, F ∆T എന്നാണ് നമ്മൾ എഴുതുന്നത്. ചെറിയ സമയത്തേക്ക് ഒരു വലിയ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കും. പക്ഷേ അതല്ല ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ I = F ∆T എന്നാണ്. ഓക്കെ, ഫോഴ്സിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ഇമ്പൾസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ഫോഴ്സിൻ്റെ യൂണിറ്റ് ഇൻറ്റു ടൈമിൻ്റെ യൂണിറ്റ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പം ന്യൂട്ടൺ സെക്കൻഡ് എന്ന് നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് എഴുതാം. മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതും ന്യൂട്ടൺ സെക്കൻഡ് എന്നുള്ളതും ഇമ്പൾസിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്, ബാക്കിയെല്ലാം ഫോഴ്സസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. എ ജെറ്റ് എൻജിൻ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഒരു ജെറ്റ് എൻജിൻ ഇനി പറയുന്ന ഏത് പ്രിൻസിപ്പിൾ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. നമുക്കറിയാം ഈ 4 ഓപ്ഷൻസും 4 ലോസ് ഓഫ് കൺസർവേഷൻ ആണ്. കൺസർവേഷൻ്റെ 4 നിയമങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററിൽ ഈ 4 ലോസ് ആണ് കൺസർവേഷൻ ലോസ് എന്ന് പഠിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ജെറ്റ് എൻജിൻ വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന പ്രിൻസിപ്പിൾ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എ ജെറ്റ് എൻജിൻ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ലീനിയർ മൊമെൻറ്റം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് നമുക്കറിയാം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് കോൺസ്റ്റൻറ്റ് ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഈസ് 0. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നെറ്റ് മൊമെൻറ്റം 0 ആയിരിക്കും. അപ്പോൾ ജെറ്റ് എൻജിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ജെറ്റ് എൻജിൻ ഇങ്ങനെ പറന്ന് പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ജെറ്റ് എൻജിനാണ്. ഓക്കെ, ഈ ജെറ്റ് എൻജിൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ നിന്ന് ഫ്യൂവൽ ബേൺ ചെയ്ത് അതിൻ്റെ
എഫ്ലുവൻ്റ് നമ്മൾ പറയും. ഓക്കെ, ഫ്യൂവൽ ബേൺ ചെയ്ത് പുറത്തേക്ക് വരുന്ന തീയും പുകയും അതേപോലെ മറ്റ് അവശിഷ്ടങ്ങളും അത് ശക്തമായി പുറകിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിങ്ങനെ പുറകിലേക്ക് ശക്തമായി പോകുന്ന സമയത്ത് ഈ ജെറ്റ് എൻജിൻ മുന്നോട്ട് പോകും. ഓക്കെ, അതായത് ഈ പുറകിലേക്ക് പോകുന്ന ഫ്യൂവൽ ബേൺ ചെയ്ത് പോകുന്നതിൻ്റെ ലീനിയർ മൊമെൻറ്റവും ഈ മുന്നോട്ട് പോകുന്ന ജെറ്റ് എൻജിൻ്റെ ലീനിയർ മൊമെൻറ്റവും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലേക്കാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് ഇതും ഈ മൊമെൻറ്റവും ഈ മുമ്പോട്ട് പോകുന്ന മൊമെൻറ്റവും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് മൊമെൻറ്റം 0 എന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ജെറ്റ് എൻജിൻ വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂട്ടൺസ് സെക്കൻഡ് ആൻഡ് തേർഡ് ലോസ് ഓഫ് മോഷൻ ലീഡ് ടു ദ കൺസർവേഷൻ ഓഫ്. ഓക്കെ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയും തേർഡ് ലോയും ഇനി പറയുന്ന ഏതിൻ്റെ കൺസർവേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്? ഓക്കെ, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആണോ, ആംഗുലർ മൊമെൻറ്റം ആണോ, പൊട്ടൻഷ്യൽ എനർജി ആണോ, കൈനറ്റിക് എനർജി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ന്യൂട്ടന് 3 ലോസ് ഓഫ് മോഷനാണ് ഉള്ളത്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ഇതിൽ സെക്കൻഡ് ലോ ഓഫ് മോഷൻ മാത്രമാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. എന്നാൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചും തേർഡ് ലോ വെച്ചും നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആണ്. ന്യൂട്ടൺസ് സെക്കൻഡ് ആൻഡ് തേർഡ് ലോസ് ലീഡ് ടു ദ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഈ രണ്ട് ലോയും ലീഡ് ചെയ്യുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിലോട്ടാണ്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് ഇനർഷ്യയെ പറ്റിയാണ്. ഓക്കെ, ഇനർഷ്യ നമ്മൾ മലയാളത്തിൽ ജഡത്വം എന്നാണ് പഠിച്ചിട്ടുള്ളത്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്തിനെ പറ്റിയാണ് പറയുന്നത്? സെക്കൻഡ് ലോ മാത്രം പറയുന്നത് എന്തിനെ പറ്റിയാണ് എന്ന് ചോദിച്ചാൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് ഫോഴ്സിനെ പറ്റിയാണ്. ഓക്കെ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് ഫോഴ്സിനെ പറ്റിയാണ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ F=ma എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്നാണ്. ഓക്കെ, ഇനി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയും തേർഡ് ലോയും കൂടെ ചേർന്ന് എന്തിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചാൽ അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. ഇൻ ടേക്കിംഗ് എ ക്യാച്ച് എ ക്രിക്കറ്റ് പ്ലെയർ മൂവ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് ഓൺ ഹോൾഡിംഗ് ദ ബോൾ വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്രിക്കറ്റ് പ്ലെയർ ഒരു ക്യാച്ച് എടുക്കുന്ന സമയത്ത്, ക്യാച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ നേരെ വരുന്ന ഒരു ബോളിനെ അയാൾ പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടി വിയിൽ ക്രിക്കറ്റ് കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ വയലിൽ ക്രിക്കറ്റ് കളിക്കുന്നതാണ്. അപ്പോൾ വരുന്ന ബോൾ നമ്മൾ പിടിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ക്യാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ പിടിച്ച് അങ്ങനെ വെച്ചിരിക്കുകയല്ല, പിടിച്ച് നമ്മൾ കൈ കുറച്ച് നേരം പുറകിലോട്ട് അങ്ങ് കൊണ്ടുപോകും അല്ലേ? അതെന്തിനാണ് ചെയ്യുന്നത്? അത് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളവർക്കറിയാം. നമ്മൾ ഡയറക്റ്റ് പിടിച്ച് അങ്ങനെ അനക്കാതെ വെക്കുന്നതിനേക്കാളും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന വേദന കുറവായിരിക്കും നമ്മളങ്ങനെ നൈസായിട്ട് പുറകിലോട്ട് കൈ വലിക്കുമ്പോൾ അല്ലേ? അതിന് കാരണം എന്താണ്? അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സ് F=Δp/Δt എന്നാണ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് മൊമെൻറ്റമാണ്, ടി എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ഫോഴ്സ് ആണ് നമ്മുടെ കയ്യിൽ ആക്ട് ചെയ്യുന്ന വേദനയെ തീരുമാനിക്കുന്ന കാര്യം അല്ലേ? നമ്മുടെ കയ്യിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ പെയിൻ അനുഭവപ്പെടും, ഫോഴ്സ് കുറവാണെങ്കിൽ കുറച്ച് പെയിൻ അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ എന്തായാലും ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം വരുന്ന വെലോസിറ്റി, ബോൾ ഒരു വെലോസിറ്റിയിലാണ് വരുന്നത്, അത് നമ്മുടെ കയ്യിലെത്തി നമ്മളതിനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വെലോസിറ്റി 0 ആയി മാറും. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ നമുക്ക് ഇതിനെ ഫോഴ്സ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഫ്രാക്ഷൻ എടുത്താൽ അതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ കൂടുന്നു, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കുറയുമ്പോഴും ഫ്രാക്ഷൻ്റെ വാല്യൂ കൂടുന്നു അല്ലേ? ഇനി തിരിച്ച് ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ ന്യൂമറേറ്റർ കുറയ്ക്കണം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കൂട്ടണം അല്ലേ? നമുക്ക് ഫോഴ്സ് Δp/Δt എന്ന് പറയുന്ന ഫ്രാക്ഷനാണുള്ളത്. അപ്പോൾ ഫോഴ്സ് കുറയണമെങ്കിൽ ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയണം. ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയാനായിട്ട് നമുക്ക് ന്യൂമറേറ്ററിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഡിനോമിനേറ്ററിനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡിനോമിനേറ്റർ കൂടുമ്പോൾ ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയും. ഡിനോമിനേറ്റർ കൂടുക എന്ന് പറഞ്ഞാൽ Δt കൂടുക എന്നാണ്. Δt കൂടുക എന്ന് പറഞ്ഞാൽ ടൈം കൂടുക എന്നാണ്. അപ്പം നമ്മൾ പിടിക്കാൻ എടുക്കുന്ന സമയം കൂട്ടുക, നമ്മൾ ക്യാച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം കൂട്ടണമെങ്കിൽ നമ്മളതിനെ സ്ലോയിൽ ക്യാച്ച് ചെയ്യണം.
അതായത് ക്യാച്ച് ചെയ്ത് നമ്മളതിൻ്റെ വെലോസിറ്റി പതുക്കെ കുറച്ച് കൊണ്ടുവരണം. ഓക്കെ, അതായത് നമ്മൾ ക്യാച്ച് ചെയ്തതിന് ശേഷം കൈ പുറകിലോട്ട് വലിക്കണം, അതായത് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ കൈ പതുക്കെ കൊണ്ടുവരണം. അപ്പോൾ ടൈം കൂടും അല്ലേ. വെൻ ഡെൽറ്റ ടി ഇൻക്രീസസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഹാൻഡ് ഡിക്രീസസ്. ഈ ഡെൽറ്റ ടി കൂടുമ്പോഴത്തേക്ക് ഫോഴ്സ് കുറയും. ഓക്കെ, അതുകൊണ്ട് അതാണ് എൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. റോക്കറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ഡാഷ്. റോക്കറ്റ് വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ബേസ് ചെയ്താണ്. ഓക്കെ, എങ്ങനെയാണ് ഒരു റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്? ഇതൊരു റോക്കറ്റാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ റോക്കറ്റ് മുകളിലേക്ക് പോകാൻ ആവശ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഈ റോക്കറ്റ് വേറെ ഒരു സർഫസിലും ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മുകളിലേക്ക് മറ്റൊരു ഫോഴ്സ്, എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിന് മുകളിലേക്ക് കിട്ടുന്ന ഫോഴ്സ് ഇതിൻ്റെ അകത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, റോക്കറ്റ് മുകളിലേക്ക് പോകുന്ന പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. റോക്കറ്റിനകത്തുള്ള ഫ്യൂവൽ കത്തി ബേൺ ചെയ്ത് അതിൻ്റെ എഫ്ലുവൻസ് താഴോട്ട് തെറിക്കും. ഓക്കെ, അപ്പോൾ ഈ താഴോട്ട് തെറിക്കുന്ന നമ്മൾ കാണുന്നതാണ്. റോക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ താഴെ നിന്ന് ശക്തമായ തീയും പുകയും താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ താഴേക്ക് ഈ എഫ്ലുവൻസ് പോകുമ്പോൾ അതിൻ്റെ ലീനിയർ മൊമെൻറ്റവും മുകളിലേക്ക് പോകുന്ന റോക്കറ്റിൻ്റെ ലീനിയർ മൊമെൻറ്റവും സെയിം ആയിരിക്കും. പക്ഷേ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. അതായത് റോക്കറ്റ് അനങ്ങാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇത് കത്തി താഴോട്ട് തെറിക്കുന്ന സമയത്ത് ഈ മൊമെൻറ്റവും ഈക്വൽ ആവുന്ന രീതിയിൽ റോക്കറ്റ് മുകളിലേക്ക് പോയി തുടങ്ങും. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിനെ ബേസ് ചെയ്താണ് നടക്കുന്നത്. ഓക്കെ, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു റോക്കറ്റിനെ മുകളിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, റോക്കറ്റ് ഗ്രാവിറ്റിക്ക് എതിരായി മുകളിലേക്ക് പോയി സ്പേസിലെത്തുന്നു, അതുകൊണ്ട് റോക്കറ്റിന് എസ്കേപ്പ് വെലോസിറ്റി ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമ്മളൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എടുത്തെറിഞ്ഞാൽ അത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ട് സ്പേസിലെത്താൻ ആവശ്യമായിട്ടുള്ള ഇനീഷ്യൽ വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. ഓക്കെ, നമ്മൾ ആദ്യം ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള സ്പീഡിൽ എറിഞ്ഞു. അത് കുറേ ദൂരം മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരും. അടുത്ത് നമ്മൾ 10 മീറ്റർ പെർ സെക്കൻഡ് എറിഞ്ഞു. അത് അതിനേക്കാളും മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരും. ഓക്കെ, അങ്ങനെ നമ്മൾ വെലോസിറ്റി കൂട്ടും തോറും, എറിയുന്ന വെലോസിറ്റി കൂട്ടും തോറും അത് മുകളിലേക്ക് പോകുന്ന ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ കൂട്ടി ഒരു പ്രത്യേക മിനിമം വെലോസിറ്റി എത്തുന്ന സമയത്ത് നമ്മൾ എറിയുന്ന കല്ല് മുകളിലേക്ക് പോകുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ പുറത്തായിരിക്കും. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരത്തില്ല. ആ ഒരു വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 11 കിലോമീറ്റർ പോകണം. ഓക്കെ, ഇത് എയർ ഇല്ലെങ്കിൽ ഉള്ള സാഹചര്യമാണ്. എയർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രിക്ഷനും കൂടെ അവിടെ അഡീഷണൽ ആയിട്ട് വരും. ഓക്കെ, എയർ ഇല്ലെന്ന് തന്നെ വിചാരിക്കും. വാക്വം ആണെങ്കിൽ തന്നെ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് വേണം. ഈ സ്പീഡെന്ന് പറയുന്നത് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെയും എടുത്തെറിയാൻ സാധിക്കത്തില്ല. ഈ സ്പീഡിൽ നമുക്ക് ഡെയിലി ലൈഫിൽ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന സ്പീഡുകളിൽ ഏറ്റവും ഹൈ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സ്പീഡായിരിക്കും അല്ലേ. ഒരു ബുള്ളറ്റ് ഫയർ ചെയ്താൽ പോലും ഇത്രയും സ്പീഡ് കിട്ടത്തില്ല. മാക്സിമം 1 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന സ്പീഡൊക്കെയാണ് ഒരു ബുള്ളറ്റിന്, ഏറ്റവും കൂടിയ ബുള്ളറ്റിന് തന്നെ കിട്ടുന്നത്. അപ്പോൾ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് പോകുന്ന സാധനം നമുക്ക് കാണാൻ കൂടി സാധിക്കത്തില്ല. പക്ഷേ ഒരു റോക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. റോക്കറ്റിന് എസ്കേപ്പ് വെലോസിറ്റി ഒന്നുമില്ല. ഓക്കെ, റോക്കറ്റ് പോകുന്നത് എസ്കേപ്പ് വെലോസിറ്റിയുടെ സഹായത്തോടു കൂടിയാണ് എന്ന് നിങ്ങളെ ഏതെങ്കിലും ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. റോക്കറ്റ് പോകുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ എസ്കേപ്പ് വെലോസിറ്റി ബേസ് ചെയ്തല്ല. ഓക്കെ, ഈ കാര്യം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ ഇതുവരെ റിലേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഈ എസ്കേപ്പ് വെലോസിറ്റി എന്നുള്ള ടോപ്പിക്ക് ഗ്രാവിറ്റേഷൻ എന്നൊരു ചാപ്റ്ററിലുള്ളതാണ്, പക്ഷേ അത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോയിൽ പറയാത്തത്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സമയമുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫാക്ടേഴ്സ് വരുന്ന അല്ലെങ്കിൽ ഇതേപോലുള്ള ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്തുള്ള ടോപ്പിക്കുകൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. എ മാൻ എക്സ്പീരിയൻസ് എ ബാക്ക്വേർഡ് ജർക്ക് while firing a bullet from the gun. Which law is applicable here? അതായത് ഒരാൾ ഒരു ഗണ്ണെടുത്ത് ഫയർ ചെയ്യുന്ന സമയത്ത്
ഗണ്ണെടുത്ത് ഫയർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളതിൻ്റെ ട്രിഗർ വലിക്കുന്നു. ട്രിഗർ വലിക്കുമ്പോൾ അതിനകത്തുള്ള വെടിമരുന്ന് അത് എക്സ്പ്ലോഡ് ആവുന്നു അല്ലേ? എക്സ്പ്ലോഡ് ആകുമ്പോഴത്തേക്ക് ആ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നു അല്ലേ? പക്ഷേ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഈ ഗണ്ണ് കുറച്ച് പുറകിലേക്കും വരും അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ പുറകിലേക്ക് ഗൺ വരുന്ന ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ വിളിക്കുന്നത് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. അപ്പോൾ റീകോയിൽ വെലോസിറ്റി, അപ്പോൾ റീകോയിൽ വെലോസിറ്റി ഉണ്ടാകാനുള്ള കാരണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീകോയിൽ വെലോസിറ്റി ഉണ്ടാകാനുള്ള കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റമാണ്. അപ്പോൾ എ മാൻ എക്സ്പീരിയൻസ് എ ബാക്ക്വേർഡ് ജെർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൺ ഫയർ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് പുറകിലേക്ക് ഒരു തള്ളൽ അനുഭവപ്പെടും. പുറകിലേക്ക് പോയി വീഴാനൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ അതേപോലെ നമ്മുടെ തറയിൽ കാല് നല്ല ശക്തിയായി ഉറപ്പിച്ച് നിൽക്കുകയും കൈ സ്ട്രോങ് ആയിട്ട് പിടിക്കുകയും വേണം. ഇല്ലെങ്കിൽ നമ്മൾ പുറകിലേക്ക് പോകും. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പോലീസൊക്കെ ഫയർ ചെയ്യുന്ന സമയത്ത് മറ്റേ നീളമുള്ള തോക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകുവശം അവർ തോളിൽ ഉറപ്പിച്ച് വെച്ച ശേഷം ഒരു പ്രത്യേക രീതിയിൽ പൊസിഷൻ ചെയ്തിട്ടായിരിക്കും ഫയർ ചെയ്യുന്നത്. ഓക്കെ, അല്ല ഇനി പിസ്റ്റളാണ്, ഹാൻഡ് പിസ്റ്റളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കൈ നല്ല സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷമായിരിക്കും ഫയർ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫയർ ചെയ്യുന്ന ആൾ പുറകിലോട്ട് പോകും. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ പാരഷ്യൂട്ട് ഡിസെൻസ് സ്ലോലി? നമുക്കറിയാം, നമ്മളൊരു ഫ്ലൈറ്റ് അപകടത്തിലാവുന്ന സമയത്ത് ഒരു പാരഷ്യൂട്ടിൻ്റെ സഹായത്തോടു കൂടി ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടാറുണ്ട്. അല്ലെങ്കിൽ മുകളിലേക്ക് പോയിട്ട് പാരഷ്യൂട്ടിൽ നിന്ന് താഴോട്ട് ചാടുന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചാടുന്ന സമയത്ത് പാരഷ്യൂട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചാടുന്നതെങ്കിൽ നമ്മൾ താഴെ വന്ന് വീണ് നമുക്ക് അപകടങ്ങളൊന്നും പറ്റത്തില്ല. അതിന് കാരണം പാരഷ്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് വരുന്നത് ചെറിയ സ്പീഡിലായിരിക്കും, വെലോസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ എന്തുകൊണ്ടാണ് പാരഷ്യൂട്ടിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ വെലോസിറ്റി കുറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് കാരണം എന്ന് പറയുന്നത് സിമ്പിളാണ്. ഒരു പാരഷ്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് പാരഷ്യൂട്ടിൽ കൂടി ചാടുന്ന ആൾ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പാരഷ്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ വലിപ്പം ഇത്രയും കാണും അല്ലേ? ഇത്രയും വലിയ പാരഷ്യൂട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ഇങ്ങനെയായിരിക്കും പാരഷ്യൂട്ട് ഇരിക്കുന്നത്. അപ്പോൾ പാരഷ്യൂട്ടിന് വളരെ വലിയ ഏരിയ ഉണ്ട് അല്ലേ? പാരഷ്യൂട്ട് ഹാസ് ലാർജ് സർഫസ് ഏരിയ. ഓക്കെ, ഈ സർഫസ് ഏരിയ ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഇത് താഴോട്ട് വരുമ്പോൾ ഇത് വരുന്ന വഴിയിലുള്ള എയറിനെ തള്ളി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അതായത് ഈ പാരഷ്യൂട്ട് ഇങ്ങനെ കർവ് ചെയ്ത് മുമ്പോട്ട് കർവ് ചെയ്താണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഉള്ള ഇത്രയും എയറിനെ തള്ളി മാറ്റിയാൽ മാത്രമേ ഇതിന് താഴോട്ട് വരാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ സർഫസിൽ എയർ ഇങ്ങനെ മുകളിലോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. എയർ മുകളിലേക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ എയർ ഈ പാരഷ്യൂട്ടിൻ്റെ സർഫസ് ഏരിയയിൽ വളരെ വലിയൊരു ഫ്രിക്ഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, വലിയ ഫ്രിക്ഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും, നമ്മുടെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും. എന്തായാലും നമ്മുടെ വെയിറ്റ് തന്നെയായിരിക്കും ഈ രണ്ട് ഫോഴ്സസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലുത്. ഓക്കെ, ഫ്രിക്ഷൻ അതിനേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് തന്നെ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ മുകളിലോട്ട് പറഞ്ഞു പോയനെ. അപ്പോൾ ഈ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ താഴോട്ടുള്ള വെലോസിറ്റി സ്ലോ ഡൗൺ ചെയ്ത് നമ്മൾ പതുക്കെ വരും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. പാരഷ്യൂട്ട് ഹാസ് ലാർജ് സർഫസ് ഏരിയ. ഓക്കെ, പാരഷ്യൂട്ടിന് വലിയ സർഫസ് ഏരിയ ആണുള്ളത്. ദിസ് ഇൻക്രീസസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഓക്കെ, ഇത് കാരണം ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ? ഒരു ഫ്ലൂയിഡ് കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ഫ്ലൂയിഡ്? ഇവിടുത്തെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ മുകളിലേക്ക് ഇതിനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന എയർ ആണ് ഫ്ലൂയിഡ് അല്ലേ? എയർ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ്, നമുക്കറിയാം. ഫ്ലോ ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നു. ഫ്ലോ ചെയ്യുന്നത് ഗ്യാസും ലിക്വിഡുമാണ്. അതുകൊണ്ട് ഗ്യാസിനെയും ലിക്വിഡിനെയും നമുക്ക് ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എയർ ഫ്രിക്ഷനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സ്ലോസ് ഡൗൺ ദ മോഷൻ ഓഫ് ദ പാരഷ്യൂട്ട്. പാരഷ്യൂട്ടിൻ്റെ മോഷനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സാൻഡ് ഈസ് ത്രോൺ ഓൺ ദ ട്രാക്സ് വിത്ത് സ്നോ. വൈ? അതായത് സ്നോ നിറഞ്ഞ ട്രാക്കുകൾ, അതായത് നമ്മളിവിടെ നമ്മുടെ കേരളത്തിലൊന്നും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഓക്കെ, വെസ്റ്റേൺ കൺട്രീസ് അല്ലെങ്കിൽ പോളാർ റീജിയനോട് അടുത്ത രാജ്യങ്ങളിൽ വിൻ്റർ സമയത്ത് റോഡിൽ മുഴുവൻ മഞ്ഞ് വീണ് നിറയും. ഓക്കെ, മഞ്ഞെന്ന് പറഞ്ഞാൽ ഐസ് കണക്ക് മഞ്ഞ് വീണ് നിറയും. ആ സമയത്ത് നമുക്കതുവഴി നടക്കണം, നമുക്ക് വണ്ടി കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ആ റോഡിൽ നമ്മൾ മണൽ വിതറും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് തറയിലൂടെ നടക്കണമെങ്കിൽ നമുക്കവിടെ തീർച്ചയായും ഫ്രിക്ഷൻ വേണം. ഫ്രിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തെന്നി വീഴും. ഒരു ഐസ് ക്യൂബിന് മുകളിലൂടെ നമ്മൾ നടക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തെന്നി വീഴും.
ഓക്കെ, അതിന് കാരണം ഫ്രിക്ഷൻ ഇല്ലാത്തതാണ്. ഇതേപോലെ തന്നെ വെഹിക്കിൾസ് മുന്നോട്ട് മൂവ് ചെയ്യണമെങ്കിൽ, ഒരു വാഹനം മുന്നോട്ട് പോകണമെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലേ പറ്റൂ. ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷനാണ് അവിടെ വേണ്ടത്. അതേപോലെ തന്നെ ഈ മുന്നോട്ട് പോകുന്ന വെഹിക്കിൾ ബ്രേക്ക് ചെയ്ത് നിർത്തണമെങ്കിലും ഫ്രിക്ഷൻ വേണം. അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫ് പോസിബിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്നോ നിറഞ്ഞു കിടക്കുന്ന റോഡുകളിൽ ഫ്രിക്ഷൻ കൂട്ടേണ്ടതുണ്ട്. സ്നോ കിടക്കുമ്പോൾ ഫ്രിക്ഷൻ കുറവായിരിക്കും. അതിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സാൻഡ് വിതറുന്നത്, മണൽ വിതറുന്നത്. ഓക്കെ, ദ പ്രസൻസ് ഓഫ് സ്നോ ഓൺ ദ ട്രാക്ക് റെഡ്യൂസസ് ഫ്രിക്ഷൻ. ഓക്കെ, ട്രാക്കിൽ സ്നോയുടെ പ്രസൻസ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നു. ആൻഡ് ഡ്രൈവിംഗ് ഈസ് നോട്ട് സേഫ്. ആ സാഹചര്യത്തിൽ ഡ്രൈവ് ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല. ഇഫ് സാൻഡ് ഈസ് ത്രോൺ, അവിടെ മണൽ വിതറുകയാണെങ്കിൽ ഫ്രിക്ഷൻ വിൽ ബി ഇൻക്രീസ്ഡ് ആൻഡ് ഡ്രൈവിംഗ് ബിക്കംസ് സേഫർ. ഓക്കെ, ഫ്രിക്ഷൻ കൂടുകയും ഡ്രൈവിംഗ് സേഫ് ആവുകയും ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ്ലി സേഫ് ആവത്തില്ലെങ്കിലും അത് ഇല്ലാത്ത സാഹചര്യത്തിലുള്ള, അതായത് സാൻഡ് വിതറിയില്ലെങ്കിലുള്ളതിനേക്കാളും ഫ്രിക്ഷൻ കൂടും. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. വൈ ഷോക്കേഴ്സ് ആർ യൂസ്ഡ് ഇൻ വെഹിക്കിൾസ്? വെഹിക്കിൾസിൽ ഷോക്കേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഷോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഷോക്ക് അബ്സോർബർ അല്ലെങ്കിൽ ഷെയ്ക്ക് അബ്സോർബർ എന്നൊക്കെ പറയുന്ന ഒരു പാർട്ട് വാഹനത്തിനുണ്ട്. അത് കാറിനായാലും ബൈക്കിനായാലും ഇനി വലിയ ബസ്സിനായാലും ലോറിക്കായാലും ഒക്കെ ശരിയാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് എന്താണുള്ളത്? നമുക്കൊരു ഷോക്ക് അബ്സോർബർ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്പ്രിങ് ആണ് കാണാൻ കഴിയുന്നത്, അല്ലേ? ഇങ്ങനെ കോയിൽഡ് ആയിട്ടുള്ളൊരു സ്പ്രിങ് ആണ് കാണാൻ കഴിയുന്നത്. ഇനി വലിയ വാഹനങ്ങളിൽ ലൈക്ക് ബസ് അല്ലെങ്കിൽ ട്രക്കുകളിലൊക്കെ ആണെങ്കിൽ ലീഫ് സ്പ്രിങ്ങുകളാണുള്ളത്. ലീഫ് സ്പ്രിങ് എന്ന് പറയുമ്പോൾ ഈ വീലിൻ്റെ ആക്സിലിൻ്റെ താഴെ നമ്മൾ ഇങ്ങനത്തെ രണ്ട് ഒരു പ്ലേറ്റ് ഇങ്ങനെ വളച്ചിങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഈ ഭാഗത്തിന്, ഇവിടെയാണ് നമ്മുടെ വീലിൻ്റെ ആക്സിൽ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും വരുന്നത്. ഇത് വണ്ടിയുടെ ഫ്രെയിമിൽ, അതായത് ബോഡിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയായിരിക്കും ഈ എൻഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ, ഇതിനെ രണ്ടിനെയും നമ്മൾ ഷോക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ ദർ ഈസ് എ ജെർക്ക് ഓർ ബമ്പ്, ജെർക്ക് ഓർ ജമ്പ്. ഓക്കെ, നമ്മൾ പോകുന്ന റോഡിൽ ഒരു ജെർക്കുണ്ട്. ജെർക്കുണ്ടെന്ന് പറഞ്ഞാൽ റോഡ് അൺഈവൻ ആയിട്ട് കിടക്കുകയാണ്, അതായത് സ്മൂത്ത് അല്ല. ഒന്നുകിൽ ഒരു കുണ്ട് കാണും, അല്ലെങ്കിൽ ഒരു കുഴി കാണും, അല്ലെങ്കിൽ ഒരു ഹമ്പ് കാണും. അപ്പോൾ അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന നമ്മുടെ വാഹനം ഒന്ന് ഉയർന്ന് താഴാനോ അല്ലെങ്കിൽ താഴ്ന്നിട്ട് തിരിച്ചൊന്ന് ഉയരാനോ ഉള്ള സാഹചര്യം ഉണ്ടാകും. ഓക്കെ, അതിനാണ് ജെർക്ക് എന്ന് വിളിക്കുന്നത്. ദ ടൈം ഫോർ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ് ഇൻക്രീസസ്. അതായത് നമ്മൾ ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത്, ഇതാണ് റോഡിലൊരു ഹമ്പുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വെഹിക്കിള് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു ഹമ്പിൽ കയറി നേരെ ഇറങ്ങി പോകുന്നു. ആദ്യം ഇതിനകത്ത് ഈ ഷോക്കേഴ്സ് അല്ലെങ്കിൽ ഈ സ്പ്രിങ് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കയറി ഇറങ്ങി അങ്ങനെ പോവുകയാണ്. അപ്പോൾ കയറി ഇറങ്ങി പോകുമ്പോൾ വാഹനം ഒന്ന് പൊങ്ങുകയും പിന്നെ താഴുകയും ചെയ്യും. ഇതിലാണ് ഒരു ജെർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ സ്പ്രിങ് ഉണ്ട് എന്ന് വിചാരിക്കുക. സ്പ്രിങ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സ്പ്രിങ് ഉണ്ടെങ്കിൽ ഈ സ്പ്രിങ് ആയിരിക്കും ഇവിടെ കംപ്രസ് ആവുന്നത്. വാഹനം അത്രയും പെട്ടെന്ന് ഇത് ഉയരത്തില്ല. വാഹനം ഏകദേശം അതേ ലെവലിൽ നിൽക്കുകയും ഈ വീലും സ്പ്രിങ്ങും ഉൾപ്പെടുന്ന അത്രയും ഭാഗം കംപ്രസ് ആവുകയും ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇത് കയറി ഇറങ്ങുമ്പോൾ ഇത് തിരിച്ച് വീണ്ടും പഴയ ലെവലിലാവും. അപ്പോൾ ഈ വാഹനം മുകളിലേക്കും താഴേക്കും വരുന്ന ആ ഒരു ടൈം ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ഫോർ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ് എഫ് ഇൻറ്റു ഡെൽറ്റ ടി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഇൻക്രീസ് ഇൻ എ ടി, ഇത് ഡെൽറ്റ ടി എന്നാണ്, അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഇൻക്രീസ് ഇൻ ഡെൽറ്റ ടി വിൽ റെഡ്യൂസ് ദ ഫോഴ്സ്. ഈ ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്യുന്നത് ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഈ എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഇമ്പൾസ് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്, അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി എന്നാണ്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഈ വാഹനം മുകളിലോട്ട് കയറി തിരിച്ചിറങ്ങി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്രയും സമയത്ത് ഇവിടെ ഉണ്ടായ ഈ ഹമ്പ് കാരണം കിട്ടിയ ഈ ഫോഴ്സ് കൂടാൻ പാടില്ല. ഈ ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിനും ഡ്രൈവറിനും ഡിസ്കംഫർട്ട് ഉണ്ടാകും. അപ്പോൾ ഫോഴ്സിനെ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ജെർക്ക് അനുഭവപ്പെടുന്ന സമയത്ത് ഫോഴ്സ് കുറയ്ക്കണം. ഓക്കെ, ഇത് മുകളിലേക്ക് കയറി ഇറങ്ങി പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇമ്പൾസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നമുക്കിത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഫോഴ്സിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? ഈ ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതായത്
ഇത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഡിക്രീസ് ആയിക്കോളും. ഓക്കെ, ഈ പ്രോഡക്റ്റ് ഇതിവിടെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ എയും ബിയും എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ് ഈ കിട്ടിയിരിക്കുന്ന ആൻസർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇത് ഇൻക്രീസ് ചെയ്താൽ ഇത് ഡിക്രീസ് ചെയ്യണം. ഓക്കെ, ഇത് ഡിക്രീസ് ചെയ്താൽ ഇത് ഇൻക്രീസ് ചെയ്യണം. അത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ഫോഴ്സിനെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടൈമിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, ടൈം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫോഴ്സ് എന്ത് ചെയ്യും? ഫോഴ്സ് റിഡ്യൂസ് ആവും, ഫോഴ്സ് കുറയും. ദിസ് പ്രൊവൈഡ്സ് സ്മൂത്ത് മോഷൻ. ഇത് കാരണം ഇതിൻ്റെ അകത്തുള്ള പാസഞ്ചേഴ്സ് സ്മൂത്ത് മോഷനിൽ ഇരിക്കുന്നൊരു ഫീലായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. ഈ ഹമ്പിൻ്റെ എഫക്റ്റ് അതേപോലെ ആക്ട് ചെയ്തില്ല. ഇതിപ്പോൾ നമുക്ക് ഇമ്പൾസിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടും പറയാം, അല്ലെങ്കിൽ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്ക് എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പഠിച്ചായിരുന്നു. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഇത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് വരുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് പറഞ്ഞാലും മതി. ഇത് വെച്ചിട്ട് ഫോഴ്സ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ഡെൽറ്റ പി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫോഴ്സ് കുറയണമെങ്കിൽ ഇവിടെ ടൈം ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സ് കുറയുന്നു. ഓക്കെ, ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും മതി, ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും മതി. ആക്ച്വലി ഈ ഇക്വേഷനും സെയിം ഇക്വേഷനാണ്. കാരണം ഈ ഡെൽറ്റ പി എന്ന് പറയുന്നത് ആണ് ഇമ്പൾസ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് ഇമ്പൾസ്. അപ്പോൾ ഈ ഡെൽറ്റ പി കിട്ടാനായിട്ട് ഈ ഡെൽറ്റ ടിയെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടും. ഓക്കെ, ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡെൽറ്റ പിക്ക് പകരം ഐ എന്ന് എഴുതിയിരിക്കുന്നു. ഡെൽറ്റ പിയും ഐയും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടും പറയാം, മറ്റേത് വെച്ചും പറയാം. അപ്പോൾ ഇവിടെ സ്പ്രിങ് ഉണ്ടെങ്കിൽ ഇത് മുകളിലോട്ട്, ഈ സ്പ്രിങ്ങിന് മുകളിലായിരിക്കും വാഹനത്തിൻ്റെ പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത്. സ്പ്രിങ്ങിന് താഴെയായിരിക്കും ഇതിൻ്റെ വീലും അതിൻ്റെ ആക്സിലും ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം കംപ്രസ്സായി തിരിച്ചു വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ആ ടൈം, ഈ ഒരു ജെർക്കിൻ്റെ ടൈം ഇൻക്രീസ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ സസ്പെൻഷൻ അല്ലെങ്കിൽ ഷോക്കേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. എ ക്രിക്കറ്റ് പ്ലെയർ ലോവേഴ്സ് ഹിസ് ഹാൻഡ്സ് വൈൽ ക്യാച്ചിങ് എ ക്രിക്കറ്റ് ബോൾ ടു അവോയ്ഡ് ഇഞ്ചുറി. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ക്രിക്കറ്റ് പ്ലെയർ അയാളുടെ കൈ പുറകിലേക്ക് വലിക്കുന്നു. അത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഇമ്പൾസീവ് ഫോഴ്സ്? എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണ്, സാഹചര്യം സെയിം ആണ്, പക്ഷേ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ്? ദ ഫോഴ്സസ് വിച്ച് ആക്ട്സ് ഓൺ ബോഡീസ് ഫോർ എ ഷോർട്ട് ടൈം ആർ കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സസ്. ഇമ്പൾസീവ് ഫോഴ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ഫോക്കസ് ഏരിയ വീഡിയോയിൽ പറഞ്ഞതാണ്. എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം അല്ലെങ്കിൽ സ്മോൾ ടൈം ഇൻ്റർവൽ, അതിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഫോഴ്സസ് വിച്ച് ആക്ട് ഓൺ ബോഡീസ്. ഓക്കെ, ആക്ട് ഓൺ ആണ്, ആക്ട് ഓൺ ബോഡീസ് ഫോർ എ ഷോർട്ട് ടൈം ആർ കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സസ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇവിടെ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഹിറ്റിംഗ് എ ബോൾ വിത്ത് എ ബാറ്റ്. ഒരു ബാറ്റ് വെച്ച് ഹിറ്റ് ചെയ്യുന്നു. ബാറ്റ്സ്മാൻ ഒരു ബോൾ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബാറ്റ് ആ ബോളിന് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പൾസീവ് ഫോഴ്സാണ്. ഫയറിങ് എ ഗൺ, ഒരു ഗൺ ഫയർ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ സമയത്തായിരിക്കും ഒരു വലിയ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഹിറ്റിംഗ് എ നെയിൽ, ഒരു ആണി ഒരു ചുറ്റിക കൊണ്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് ആണിയിൽ ആക്ട് ചെയ്യുന്നത് ഇമ്പൾസീവ് ഫോഴ്സാണ്. അതേപോലെ ഫുട്ബോൾ കിക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് ഇമ്പൾസീവ് ഫോഴ്സാണ്. അതേപോലെ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഇമ്പൾസീവ് ഫോഴ്സ് തന്നെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രൂവ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം. ഇമ്പൾസും മൊമെൻറ്റവും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഫോക്കസ് ഏരിയ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, എന്നാലും ഒന്നുകൂടെ പറഞ്ഞു പോകാൻ ചെറിയ ഡെറിവേഷനാണ്. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വി ക്യാൻ റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ. ഈ ഡി ടി എന്നുള്ള ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ടേം നമ്മൾ ഇപ്പുറത്ത് വശത്ത് കൊണ്ടുവരുമ്പോൾ എഫ് ഇൻറ്റു ഡി ടി എന്നാവും അല്ലേ, അല്ലെങ്കിൽ എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്നാവും. ഓക്കെ, ഈ എഫ് ഇൻറ്റു ഡെൽറ്റ ടിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഫോഴ്സ് ഇൻറ്റു ചേഞ്ച് ഇൻ ടൈം, ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഇമ്പൾസ് ഈ ഫോഴ്സ് അല്ല, ഇമ്പൾസ്. അപ്പോൾ ഈ എഫ് ഇൻറ്റു ഡെൽറ്റ ടിയെ നമുക്ക് ഇമ്പൾസ് എന്ന് എഴുതാം. ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് അല്ലേ. അപ്പോൾ ഡി പി എ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് എഴുതാം. അപ്പോൾ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് കിട്ടും. ഓക്കെ, ഇമ്പൾസും ചേഞ്ച് ഇൻ മൊമെൻറ്റവും ഈക്വൽ ആണ് എന്ന് പറയുന്ന ലോ ആണ് എന്ത്? ഇമ്പൾസ് മൊമെൻറ്റം തിയറം. ഓക്കെ, അപ്പോൾ അത്രയുള്ള അതിൻ്റെ ഡെറിവേഷൻ. ഇതിൻ്റെ ഫസ്റ്റ് നിങ്ങൾ എന്തുകൂടെ എഴുതുക? അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഓക്കെ, എന്നുകൂടെ എഴുതുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. എ ബോഡി ഓഫ് മാസ് എം ഈസ് പ്ലേസ്ഡ് ഓൺ എ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹാവിങ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂസ്. അപ്പോൾ ഒരു എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ് വെച്ചിരിക്കുകയാണ്. ചരിഞ്ഞ പ്രതലം, ഇൻക്ലൈൻഡ് സർഫസ്.
ഈസ് പ്ലേസ്ഡ് ഓൺ എ റഫ് ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് റഫ് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ട് എന്ന് കാണിച്ച് പറയുന്നതാണ് റഫ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ ഉണ്ട്, ദർ ഈസ് എ ഫ്രിക്ഷൻ. അവിടുത്തെ ഫ്രിക്ഷൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് നമ്മൾ മ്യൂ സഫിക്സ് എസ് എന്ന് എഴുതുന്നത്, മ്യൂസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ ആണ് മ്യൂസ്. ദ ഇൻക്ലിനേഷൻ ഓഫ് പ്ലെയിൻ ഈസ് ഗിവൺ ആസ് തീറ്റ. അപ്പോൾ ഹൊറിസോണ്ടലുമായി ഈ പ്ലെയിൻ ഉണ്ടാക്കുന്ന ചരിവ് ആംഗിളിനെയാണ് തീറ്റ എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോഡി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഫിഗറിൽ എന്തൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്? ഹൊറിസോണ്ടൽ ഉണ്ട്, ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്, അവിടെ വെച്ചിരിക്കുന്ന എം മാസുള്ള ബോഡി ഉണ്ട്. ഓക്കെ, ഈ എം മാസുള്ള ബോഡിയുടെ വെയിറ്റ്, അതാണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഏറ്റവും ഫസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തേണ്ട ഫോഴ്സ്. ആ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? വെയിറ്റ് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും, താഴോട്ട്, അല്ലേ, എം ജി. ഇനി രണ്ടാമത്, ഈ സർഫസ്, ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ്, അതിന് പെർപെൻഡിക്കുലറായി മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സാണ് നോർമൽ റിയാക്ഷനാണ് ഇവിടെ ആർ എന്നടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, വിച്ച് കമ്പോണൻറ്റ് ഓഫ് വെയിറ്റ് ബ്രിങ്സ് ദ ബോഡി ടുവേർഡ്സ് ദ ബോട്ടം അലോങ് ദ പ്ലെയിൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ വെച്ചിരുന്നാൽ ഇത് നിരങ്ങി താഴോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ഇവിടെ ഫ്രിക്ഷനേക്കാളും കൂടുതലാണ് ഈ വെയിറ്റിൻ്റെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന കമ്പോണൻ്റ് എങ്കിൽ നിരങ്ങി താഴോട്ട് വരും, ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ താഴോട്ട് വരാൻ സഹായിക്കുന്ന കമ്പോണൻ്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് കമ്പോണൻ്റ് ഓഫ് വെയിറ്റിനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കി റിസോൾവ് ചെയ്യേണ്ടി വരും നമുക്കിവിടെ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ഇങ്ങോട്ടും റിസോൾവ് ചെയ്യണം, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഏത് കമ്പോണൻ്റാണ് താഴോട്ട് വരാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വെച്ചിരിക്കുന്നത്? ഫൈൻഡ് ഹൗ മച്ച് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു പുൾ ദ ബോഡി അലോങ് ദ പ്ലെയിൻ. അപ്പോൾ ഈ ബോഡിയെ മുകളിലേക്ക് തള്ളി നീക്കണമെങ്കിൽ വേണ്ട മിനിമം ഫോഴ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് രണ്ടാമത് ചെയ്യാം. ഫസ്റ്റ് നമുക്കിവിടെ ഈ ഫിഗറിൽ ഈ ഫോഴ്സുകൾ, ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളൊക്കെ നമുക്ക് അടയാളപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടെണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ എം ജി എന്ന് പറയുന്ന ഫോഴ്സ് താഴോട്ട്, നോർമൽ റിയാക്ഷൻ ഈ സർഫസിന് 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലറായിട്ട് മുകളിലോട്ട്. ഓക്കെ, നമുക്കിനി ഈ വെയിറ്റിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ്? ഇതാ, ഈ സർഫസിന് പെർപെൻഡിക്കുലറായി ഇങ്ങോട്ടും ഈ സർഫസിന് പാരലായി ഇങ്ങോട്ടും റിസോൾവ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്കിതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. അതായത് ഈ ലൈനും 90 ഡിഗ്രിയിലായിരിക്കണം. ഓക്കെ, ഇനി ഈ എം ജിയെ ഇങ്ങോട്ടും റിസോൾവ് ചെയ്യുമ്പോൾ ഇതേത് കമ്പോണൻറ്റ് എന്നറിയണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ തീറ്റ ഇതിനകത്ത് എവിടെ വരും എന്നറിയണം. ഓക്കെ, ഈ തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിളാണ് തീറ്റ. ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. ഈ ആംഗിളല്ല, ഈ ആംഗിളാണ് തീറ്റ വരുന്നത്. നിങ്ങളിവിടെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വരച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതെവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്ത്, ഇത് നിങ്ങൾ പഠിക്കണം എന്നില്ല, മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും, കാരണം ഇത് 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, അതിൽ നിന്ന് 90 മൈനസ് തീറ്റ റെഡ്യൂസ് ചെയ്താൽ 90 മൈനസ് തീറ്റ, 90 മൈനസ് തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 അതേപോലെ എഴുതുക. ഓക്കെ, ഈ മൈനസ്, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ -90 ആവും, ഈ മൈനസോട് ചേർന്ന് പ്ലസ് തീറ്റ ആവും. അപ്പോൾ -90 പ്ലസ് തീറ്റ എന്ന് വരും. ഓക്കെ, +90യും -90യും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ലാസ്റ്റ് തീറ്റ എന്ന് വരും. അപ്പോൾ ഈ ആംഗിൾ തീറ്റ എന്ന് വരും. അങ്ങനെയാണ് ഈ ആംഗിൾ തീറ്റ വന്നത്. ഈ സ്റ്റെപ്പൊന്നും നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുമ്പം എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങോട്ട് വെയിറ്റ് ആക്ട് ചെയ്യുന്നു, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും തീറ്റ വരുന്നത്. അതെല്ലാ ഫിഗറിലും എങ്ങനെയായിരിക്കും വരുന്നത്, അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന മറ്റ് ഫോഴ്സ് ഏതൊക്കെയാണ് അത് നമുക്കിവിടെ അടുത്ത ഫിഗറിൽ അടയാളപ്പെടുത്താം. ഇതാ, അപ്പം നമ്മളിവിടെ നോർമൽ റിയാക്ഷൻ, കഴിഞ്ഞ ഫിഗറിൽ ഇവിടെ ആർ എന്നായിരുന്നു അടയാളപ്പെടുത്തിയിരുന്നത്, ഇവിടെ എൻ എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നും ആറും നോർമൽ റിയാക്ഷന് കൊടുക്കുന്ന സിമ്പിൾസ് തന്നെയാണ്, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ എം ജി ഉണ്ടായിരുന്നു, നമ്മൾ എം ജിയെ ഇങ്ങോട്ടും റിസോൾവ് ചെയ്തു, അല്ലേ? ഇവിടെ ഇങ്ങോട്ടും റിസോൾവ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, റിസോൾവ് ചെയ്യുമ്പോൾ തീറ്റയിൽ ടച്ച് ചെയ്ത് കിടക്കുന്നത് കോസ് കമ്പോണൻ്റ് ആയിരിക്കും. ഇത് എം ജി കോസ് തീറ്റ ആയിരിക്കും, എം ജി ഇൻറ്റു കോസ് തീറ്റ. ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഈ കമ്പോണൻറ്റ്, ടച്ച് ചെയ്യാതെ കിടക്കുന്ന കമ്പോണൻറ്റ് എം ജി ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും, എം ജി സൈൻ തീറ്റ.
എം ജി കോസ് തീറ്റയും എം ജി സൈൻ തീറ്റയും. ഓക്കെ, അപ്പോൾ എം ജി ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, എം ജി കോസ് തീറ്റ ഇങ്ങോട്ട്, എം ജി സൈൻ തീറ്റ ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ എം ജി സൈൻ തീറ്റയാണ് ഈ പ്ലെയിനിന് പാരലായിട്ട് താഴോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എം ജി സൈൻ തീറ്റ കാരണമാണ് ഈ ബോഡി നിറങ്ങി താഴോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോഡിയെ താഴോട്ട് പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് ഏത് എന്നല്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? എം ജി സൈൻ തീറ്റ ബ്രിങ്സ് ദ ബോഡി ഡൗൺവേർഡ്സ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചിരുന്നത്? വിച്ച് കമ്പോണൻറ്റ് ഓഫ് വെയിറ്റ് ബ്രിങ്സ് ദ ബോഡി ടുവേഴ്സ് ദ ബോട്ടം എലോങ് ദ പ്ലെയിൻ. ഈ ബോട്ടം എന്ന് പറഞ്ഞാൽ താഴ്വശത്തേക്ക് ഈ ബോഡിയെ വലിച്ചുകൊണ്ട് വരുന്ന ഫോഴ്സ് ഏത്? അതിൻ്റെ ആൻസർ എന്താണ്? എം ജി സൈൻ തീറ്റ. ഓക്കെ, ഇനി ഇത് താഴോട്ട് ഈ ഫോഴ്സ് ഇതിനെ വലിക്കുന്ന സമയത്ത്, ഓക്കെ, ഈ ബോഡിയെ താഴോട്ട് നമ്മൾ വലിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരിക്കും എപ്പോഴും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ബോഡിയെ മുകളിലോട്ട് തള്ളി നീക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫ്രിക്ഷൻ താഴോട്ട് ആക്ട് ചെയ്യും, താഴോട്ട് വലിച്ച് നീക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫ്രിക്ഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എങ്ങോട്ട് തള്ളി നീക്കാൻ ശ്രമിച്ചാലും ഫ്രിക്ഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എം ജി സൈൻ തീറ്റ ഇതിനെ താഴോട്ടല്ലേ വലിക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷൻ മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ സർഫസിൽ കൂടി സർഫസിൻ്റെ പാരലായിട്ട് മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമുക്കിവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് അടയാളപ്പെടുത്താൻ പറ്റും. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? എഫ് എസ് എന്ന് പറയാൻ കാരണം ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. ഇത് അനങ്ങാതെ ഇരിക്കുന്നു എന്നൊരു സാഹചര്യം നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. അപ്പോൾ എഫ് എസ്. വെൻ ദ ബോഡി മൂവ്സ് അപ്വേർഡ്, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ബോഡിയെ മുകളിലേക്ക് തള്ളി നീക്കണം. അതല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഹൗ മച്ച് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു പുൾ ദ ബോഡി എലോങ് ദ പ്ലെയിൻ. ഈ ബോഡിയെ മുകളിലേക്ക് തള്ളി നീക്കാൻ ആവശ്യമായ ബലം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെൻ ദ ബോഡി മൂവ്സ് അപ്വേർഡ്സ്, ബോഡിയെ മുകളിലേക്ക് തള്ളി നീക്കണം അല്ലേ. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട്സ് ഡൗൺവേർഡ്സ്, മുകളിലേക്കാണ് തള്ളി നീക്കുന്നതെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യും? താഴോട്ട് ആക്ട് ചെയ്യും. ഈ ഫിഗറിൽ ഇത് നമ്മൾ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാത്ത സമയത്തുള്ള കാര്യമാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ബോഡിയെ നമ്മൾ മുകളിലേക്ക് തള്ളി നീക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടല്ല ആക്ട് ചെയ്യുന്നത്, താഴോട്ട് തന്നെയായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എഫ് എസ് എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിന് വേണ്ടി നമ്മൾ ഇതാണ് അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റിന് വേണ്ടിയാണ് ഇത് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ എം ജി സൈൻ തീറ്റ ഇതിൻ്റെ വെയിറ്റിൻ്റെ കമ്പോണൻറ്റ് ഇതിനെ താഴോട്ട് വലിക്കും. എഫ് എസ് എന്ന് പറയുന്ന ഫ്രിക്ഷണൽ കമ്പോണൻറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് അതും താഴോട്ട് വലിക്കും. ഇതിൻ്റെ രണ്ടിനെയും ഓവർകം ചെയ്താലേ നമുക്ക് ഇതിനെ മുകളിലോട്ട് തള്ളി നീക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ടോട്ടൽ പുള്ളിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ജി സൈൻ തീറ്റയുടെ കൂടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എസും കൂടെ കൂട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് കിട്ടി. ഇതാ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് എം ജി സൈൻ തീറ്റയുടെ കൂടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂട്ടണം. അപ്പോൾ ഈ എം ജി സൈൻ തീറ്റ നമുക്ക് അതേപോലെ എഴുതാം, എം ജി സൈൻ തീറ്റ എന്ന് എഴുതാം. പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ എഫ് എസ് എന്നാണ് കൊടുത്തത്. ഈ എഫ് എസിൻ്റെ വാല്യൂ എന്ത് വരും? എഫ് എസ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു നോർമൽ റിയാക്ഷൻ. ഇവിടെ നോർമൽ റിയാക്ഷന് എൻ എന്നാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ മ്യൂസ് ഇൻറ്റു എൻ എന്ന് എടുത്താലും മതി. മ്യൂസ് ഇൻറ്റു എൻ എന്നെടുക്കാം. ഓക്കെ, ഇനി മ്യൂസ് ഇൻറ്റു എന്നിന് എന്ത് കൊടുക്കാം? എൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. ഈ എന്ന് ക്യാൻസൽ, എന്നിന് ഈക്വലായി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് എം ജി കോസ് തീറ്റ ആണ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ടും ഈ ബോഡി മൂവ് ചെയ്യുന്നില്ലല്ലോ, ഇങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ഈ എന്നും എം ജി കോസ് തീറ്റയും ബാലൻസ്ഡ് ആണ്. അതായത് എൻ ഈസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ എന്നിന് പകരം നമുക്ക് എന്തെഴുതാം? എം ജി കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ മ്യൂസ് ഇൻറ്റു എം ജി കോസ് തീറ്റ എന്ന് എഴുതാം. മ്യൂസ് ഇൻറ്റു എം ജി കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എഫ് എസ് ഈസ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എം ജി കോസ് തീറ്റ ആണ്. അപ്പോൾ നമ്മളിവിടെ എം ജി സൈൻ തീറ്റ പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എസ് എന്ന് എഴുതി. ആ ഫ്രിക്ഷണൽ ഫോഴ്സിന് പകരം നമുക്ക് എന്തെഴുതാം? മ്യൂസ് എം ജി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ്? ഈ മാസിനെ, ഈ ബോഡിയെ മുകളിലേക്ക് വലിച്ചു നീക്കാൻ അല്ലെങ്കിൽ തള്ളി നീക്കാൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റ പ്ലസ് മ്യൂസ് എം ജി കോസ് തീറ്റ ആണ്. വേണമെങ്കിൽ ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് എം ജി കോമൺ ആയിട്ട് എഴുതിയിട്ട് സൈൻ തീറ്റ പ്ലസ് മ്യൂസ് കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്ര എഴുതിയാലും മതി. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം.
recoil of gun is based on the principle of conservation of momentum. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ബേസ് ചെയ്താണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, ഇഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് സീറോ, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പ്രകാരം എന്താണ്? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ ആ ബോഡിയുടെ ലീനിയർ മൊമെൻറ്റം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്നാണ് കിട്ടുന്നത്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് നമുക്കറിയാം. എഫ് സീറോ ആവുകയാണെങ്കിൽ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം, അല്ലേ? എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആവുന്നു. അപ്പോൾ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഡി ടി ഇപ്പുറത്ത് വരികയാണെങ്കിൽ സീറോ ഇൻറ്റു ഡി ടി എന്നാവും. അപ്പോൾ അതും സീറോ എന്നാവും. അപ്പോൾ ഡി പി ഈസ് ഈക്വൽ ടു സീറോ എന്നാവും. ഡി പി ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം സീറോ ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇല്ല എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇല്ല എന്നാണ്. ഓക്കെ, മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്നാണ്. അപ്പോൾ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് എഴുതാം. ഇത് സ്റ്റേറ്റ് ചെയ്യാൻ മാത്രം പറഞ്ഞിരുന്നാൽ ഈ ഡെറിവേഷൻ എഴുതണമെന്നില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതി വെച്ചിരുന്നാൽ ഇതിന് മാർക്ക് എത്ര ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, ഒരു 2 മാർക്കിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് ഇതും കൂടെ എഴുതണം. 1 മാർക്കിനാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ റീകോയിൽ വെലോസിറ്റി അത് ബേസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റമാണ് നമ്മൾ പറഞ്ഞത്. ഇനി എക്സ്പ്ലെയിൻ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റീകോയിൽ വെലോസിറ്റിയുടെ ഇക്വേഷനും അത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടുപോകുക. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പറയുന്നില്ല. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബുള്ളറ്റ് ഓഫ് മാസ് 100 ഗ്രാം, 100 ഗ്രാം മാസുള്ള ഒരു ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ റൈഫിൾ ഓഫ് മാസ് 200 കിലോഗ്രാം. അത് ഫയർ ചെയ്യുന്ന റൈഫിളിൻ്റെ മാസ് 200 കിലോഗ്രാമാണ്. വിത്ത് എ സ്പീഡ് ഓഫ് 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്ന സ്പീഡാണ് 50 മീറ്റർ പെർ സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ റീകോയിൽ വെലോസിറ്റി ഓഫ് റൈഫിൾ. അപ്പോൾ റൈഫിൾ പുറകിലേക്ക് വരുന്ന വെലോസിറ്റി, അതിനെയാണ് റീകോയിൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ആ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബുള്ളറ്റിൻ്റെ മാസ് 100 ഗ്രാം നിന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം റൈഫിളിൻ്റെ മാസ് കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അതല്ല, ഇത് എസ് ഐ യൂണിറ്റ് ആയതുകൊണ്ടാണ് എന്ന് വിചാരിച്ചാലും മതി. ഓക്കെ, റൈഫിളിൻ്റെ മാസ് എസ് ഐ യൂണിറ്റ് ആണ്, അതുകൊണ്ട് ഇതിനെ എസ് ഐ യൂണിറ്റ് ആക്കുക. ഓക്കെ, റൈഫിളിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ബുള്ളറ്റിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. അപ്പോൾ റൈഫിളിൻ്റെ മാസ് നമ്മൾ ക്യാപിറ്റൽ എം ആയിട്ട് എടുക്കുക. എത്രയാണ്? 200 കിലോഗ്രാം. മാസ് ഓഫ് ബുള്ളറ്റ് 100 ഗ്രാം അല്ലേ? അതിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.1 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് സ്മോൾ വി ആയിട്ട് എടുക്കുക. എത്രയാണ്? 50 മീറ്റർ പെർ സെക്കൻഡ്. ഇനി റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണിനെ നമ്മൾ ക്യാപിറ്റൽ വി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ വിയുടെ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റീകോയിൽ വെലോസിറ്റി ആയിട്ടുള്ള ക്യാപിറ്റൽ വി എന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എം വി ഈസ് ഈക്വൽ ടു എം വി എന്നുള്ളതാണ്. ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു സ്മോൾ എം ഇൻറ്റു സ്മോൾ വി. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് ക്യാപിറ്റൽ വിയുടെ ഇക്വേഷൻ എഴുതിയിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിനകത്ത് വാല്യൂ ഇട്ടിട്ടും ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ നമ്മൾ 200 കൊടുത്തു. ഇൻറ്റു ക്യാപിറ്റൽ വി കണ്ടുപിടിക്കണം, അത് വി എന്ന് തന്നെ ഇട്ടു. സ്മോൾ എമ്മിൻ്റെ വാല്യൂ 0.1 അത് കൊടുത്തു. ഓക്കെ, ഇനി സ്മോൾ വിയുടെ വാല്യൂ 50 അതും കൊടുത്തു. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ വി കിട്ടാനായിട്ട് ഇൻറ്റു 200നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ മതി. അപ്പോൾ 0.1 × 50 ഡിവൈഡഡ് ബൈ 200 ആവും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.025 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ 0.025 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും റീകോയിൽ വെലോസിറ്റി ഓഫ് റൈഫിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. എ കോൺസ്റ്റൻറ്റ് റിട്ടാർഡിംഗ് ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ. റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി കുറച്ചുകൊണ്ട് വരുന്ന ഫോഴ്സിനെയാണ് റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെലോസിറ്റി കൂട്ടിക്കൊണ്ടുവരുന്നതിനെ ആക്സിലറേറ്റിംഗ് ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് റിട്ടാർഡിംഗ് ഫോഴ്സിന് എക്സാമ്പിൾ വയ്ക്കുകയാണെങ്കിൽ വാഹനം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ആണ് ചെയ്യുന്നത്. ആ ഫോഴ്സ് കാരണം ആ വാഹനത്തിൻ്റെ സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനത്തെ റിട്ടാർഡിംഗ് ഫോഴ്സ് 50 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഫോഴ്സിന് 50 എന്ന് കൊടുക്കാം. പക്ഷേ റിട്ടാർഡിംഗ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കുക. ഈസ് അപ്ലൈഡ് ടു എ ബോഡി ഓഫ് മാസ്
20 കിലോഗ്രാം. മൂവിങ് ഇനിഷ്യലി വിത്ത് എ സ്പീഡ് ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 20 കിലോഗ്രാമാണ് ആ ബോഡിയുടെ മാസ്. അത് ആദ്യം പൊയ്ക്കൊണ്ടിരുന്ന വെലോസിറ്റി, അതായത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡാണ്. ഹൗ ലോങ് ഡസ് ദ ബോഡി ടേക്ക് ടു എ സ്റ്റോപ്പ്? ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര സമയം എന്നാണ്, എത്ര ദൂരം എന്നല്ല. എത്ര ദൂരം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഹൗ ഫാർ എന്നായിരിക്കും ചോദിക്കുക. ഹൗ ഫാർ എന്ന് ചോദിച്ചാലാണ് ദൂരം കണ്ടുപിടിക്കേണ്ടത്. ഹൗ ലോങ് എന്ന് ചോദിച്ചാൽ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്, ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗ ലോങ് ഡസ് ദ ബോഡി ടേക്ക് ടു എ സ്റ്റോപ്പ്? ഈ ബോഡി അല്ലെങ്കിൽ ഈ വാഹനം നിൽക്കാൻ വേണ്ടി എത്ര സമയമെടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ ആണ്. ഓക്കെ, മാസ് എന്ന് പറയുന്നത് 20 കിലോഗ്രാം ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവസാനം ഇത് നിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയെ നമ്മൾ യു എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ യു ആണ്, ഇവിടെ വി അല്ല, ഇത് യു ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്നറിയാം അല്ലേ. അപ്പോൾ ഫോഴ്സ് 50 ന്യൂട്ടൺ ആണെന്നറിയാം, എം എന്ന് പറയുന്നത് 20 ആണെന്നറിയാം. ഓക്കെ, എഫ് 50 ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ആ 50 ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ എഫിന് പകരം 50 കൊടുത്തു. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് -50 ആണ് അപ്ലൈ ഉള്ളത്. അത് നമ്മളിവിടെ കൊടുക്കാൻ വിട്ടുപോയി. -50. ഓക്കെ, -50 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്നാണ് അല്ലേ. എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 20. അത് കൊടുത്തു. എക്ക് എ എന്ന് തന്നെ കൊടുത്തു. എ നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലോ. ഓക്കെ, ഇനി ഈ എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അതായത് ഫൈനൽ വെലോസിറ്റി വി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി യു ബൈ ടി. ഓക്കെ, ഇനി ഈ ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് 0 ആണെന്നറിയാം. അപ്പോൾ 0 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 15 ആണെന്നറിയാം. അപ്പോൾ -15 ബൈ ടി. ഓക്കെ, അപ്പോൾ നമുക്ക് 0 മൈനസ് 15 ചെയ്യുമ്പോൾ -15 എന്ന് കിട്ടും. അപ്പോൾ -15 ബൈ ടി എന്ന് ഇവിടെ കിട്ടി. എന്താണ്? ആക്സലറേഷൻ ആണ് കിട്ടിയത്. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു -15 ബൈ ടി. അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എക്ക് പകരം -15 ബൈ ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. LHS എന്നുണ്ട്, -50 എന്നുണ്ട്, -15 ഉണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ ടി അല്ലേ വേണ്ടത്. ഈ ടി കിട്ടാനായിട്ട് ടി ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക, അതായത് ഇക്വേഷൻ്റെ LHS കൊണ്ടുവരിക. അപ്പോൾ ഇൻറ്റു ടി എന്നാവും. ഓക്കെ, അപ്പോൾ ടി ഇൻറ്റു -50 ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു -15 എന്ന് കിട്ടും. ഇനി നമുക്ക് ടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇൻറ്റു -50യെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. ഓക്കെ, ഇൻറ്റു -50യെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ അത് ഡിവൈഡഡ് ബൈ -50 ആവും അല്ലേ. അപ്പോൾ ഇവിടെ 20 ഉണ്ട്, -15 ഉണ്ട്. 20 ഇൻറ്റു -15. ഈ ഇൻറ്റു -50 റൈറ്റ് സൈഡ് വരുമ്പോൾ ഡിവൈഡഡ് ബൈ -50 എന്നാവും. ഓക്കെ, ഈ ടി വന്നല്ലോ. അപ്പോൾ LHS ടി ആണുള്ളത്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു -15 ബൈ -50 എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുമ്പോൾ നമുക്ക് 6 സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 6 സെക്കൻഡാണ് ഇത് നിൽക്കാൻ വേണ്ടി വരുന്ന സമയം. ഓക്കെ, 15 മീറ്റർ പെർ സെക്കൻഡ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വാഹനം അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആവാൻ വേണ്ടി, റെസ്റ്റ് ആവാൻ വേണ്ടി, നിൽക്കാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6 സെക്കൻഡാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സൈക്ലിസ്റ്റ്, ഒരു സൈക്കിളിൽ പോകുന്ന ഒരു സൈക്ലിസ്റ്റ് സ്പീഡിങ് അറ്റ് 18 km/h ഓൺ എ ലെവൽ റോഡ്. 18 km/h സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഈ സ്പീഡ് എന്ന് പറയുന്നത് SI യൂണിറ്റിലല്ല തന്നിരിക്കുന്നത്, അങ്ങനെ നമുക്ക് മാറ്റാം. ലെവൽ റോഡ് ടേക്സ് എ ഷാർപ്പ് സർക്കുലർ ടേൺ ഓഫ് റേഡിയസ് 3 മീറ്റർ. ലെവൽ റോഡാണ്. ലെവൽ റോഡ് എന്ന് പറഞ്ഞാൽ റോഡിന് ഇൻക്ലിനേഷൻ ഇല്ല, ചരിവില്ല എന്നാണ് മീനിങ്. ഓക്കെ, നമ്മൾ ഇൻക്ലൈൻഡ് റോഡും പഠിച്ചിട്ടുണ്ട്, ഇൻക്ലൈൻഡ് അല്ലാത്ത റോഡിനെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കുലർ റോഡിൻ്റെ റേഡിയസ് എത്രയാണ്? 3 മീറ്റർ ആണ്. ഓക്കെ, വിത്തൗട്ട് റെഡ്യൂസിങ് ദ സ്പീഡ്, ഇവ സ്പീഡ് കുറയ്ക്കുന്നില്ല. ഓക്കെ, ദ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ µS ബിറ്റ്വീൻ ടയർ ആൻഡ് റോഡ് എത്രയാണ്? 0.1 ആണെന്ന് തന്നിട്ടുണ്ട്. വിൽ ദ സൈക്ലിസ്റ്റ് സ്ലിപ്പ് വൈൽ ടേക്കിംഗ് ദ ടേൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു വാഹനത്തിൽ പോകുമ്പോൾ ഒരു വലിയ വളവെത്തുമ്പോൾ നമ്മൾ സ്പീഡ് സാധാരണയായിട്ട് കുറയ്ക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് സ്പീഡ് കുറയ്ക്കുന്നത്? സ്പീഡ് കുറയ്ക്കുമ്പോൾ സ്ലിപ്പ് ആവാനുള്ള അല്ലെങ്കിൽ സ്കിഡ് ആവാനുള്ള സാധ്യത അവിടെ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. കാരണം ഒരു സർക്കുലാർ റോഡിൽ കൂടി ഒരു വളവെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലിമിറ്റുണ്ട്, സ്പീഡിനൊരു ലിമിറ്റുണ്ട്. ഓക്കെ, ആ ലിമിറ്റിനെ സേഫ് സ്പീഡ് ലിമിറ്റ് എന്നാണ് വിളിക്കുന്നത്. ആ ലിമിറ്റ് കൂടിയ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്കിഡായി ആ കർവിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനുള്ള മാക്സിമം സ്പീഡാണോ ഈ തന്നിരിക്കുന്ന 18 km/h എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അതായത് ചിലപ്പോൾ ആ സ്പീഡ് 19 km/h ആണെന്ന് വിചാരിച്ചോ, സേഫ് സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ 18 km/h സ്പീഡിൽ പോയി കഴിഞ്ഞാലും തിരിച്ചു പോകത്തില്ല. അതേസമയം ആ സ്പീഡ് ലിമിറ്റ് 17 ആണെങ്കിലോ, 17 കൂടിയ സ്പീഡിൽ പോയാൽ തിരിച്ച് വീഴും എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഇവൻ 18 പോകുന്നത്, അപ്പോൾ അവൻ സ്ലിപ്പാവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആ സ്പീഡ് ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ സ്പീഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അവൻ പോകുന്നത് അതിനേക്കാളും കൂടിയ സ്പീഡിലാണോ കുറഞ്ഞ സ്പീഡിലാണോ എന്ന് നോക്കുക. ഓക്കെ, കൂടിയ സ്പീഡിലാണെങ്കിൽ സ്ലിപ്പാവും, കുറഞ്ഞ സ്പീഡിലാണെങ്കിൽ സ്ലിപ്പാവത്തില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, മ്യൂ തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, മാക്സിമം സേഫ് സ്പീഡ് അതാണല്ലോ സ്പീഡ് ലിമിറ്റ്. ആ സ്പീഡ് ലിമിറ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. Vmax √μs × RG എന്നാണ്. ഓക്കെ, ഇത് ഇൻക്ലൈൻഡ് അല്ലാത്ത ഒരു റോഡിലെ മാക്സിമം സ്പീഡ് ലിമിറ്റാണ് ഈ ഇക്വേഷൻ. ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഇതൊരു വലിയ ഇക്വേഷനായി മാറും. അത് ഫോക്കസ് ഏരിയ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷനും പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റോഡിൽ പ്രോബ്ലം ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഇക്വേഷനിൽ മ്യൂസിൻ്റെ വാല്യൂ നമുക്കറിയാം 0.1 ആണ്. റേഡിയസിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 3 ആണ്, 3 മീറ്റർ ആണ്. ജിയുടെ വാല്യൂ നമുക്ക് 9.8 ആണെന്ന് അറിയാം. അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.715 m/s എന്നാണ്. ഓക്കെ, 1.715 m/s ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. അതായത് ഇതിനേക്കാൾ കൂടിയ സ്പീഡാണെങ്കിൽ തിരിച്ചു പോകും. ഇനി ഇവൻ പോകുന്ന സ്പീഡ് എത്രയാണ്? ഇവൻ പോകുന്നത് 18 km/h സ്പീഡിലാണ്. പക്ഷേ ഇത് km/h തന്നിരിക്കുന്നത്. നമുക്ക് m/s കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇവിടെ കിട്ടിയ വെലോസിറ്റി m/s ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു സ്പീഡ് km/h യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. km/h തന്നിരിക്കുകയാണെങ്കിൽ അതിനെ m/s ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് യൂണിറ്റ് m/s കിട്ടും. ഓക്കെ, km/h m/s ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവൻ പോകുന്ന സ്പീഡ് എത്രയാണ്? ഇവൻ പോകുന്ന സ്പീഡ് 18 km/h ആണ് അല്ലേ. അപ്പോൾ 18നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവൻ്റെ സ്പീഡ് നമുക്ക് v എന്നെടുക്കാം. അത് 18 ആണ്. 18നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 18 ക്യാൻസലായി പോകും. നമുക്ക് 5 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ km/h m/s ആക്കാനുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ഈ 18ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 18നും ഈ 18നും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പം ക്യാൻസലായി പോകും. അല്ലെങ്കിൽ 36 എന്നാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അല്ലെങ്കിൽ 72 എന്നായിരിക്കും. അങ്ങനെ 18ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും സാധാരണ രീതിയിൽ തന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ തരണം എന്നൊന്നുമില്ല, നിങ്ങൾ കയ്യിൽ കാൽക്കുലേറ്ററിൽ ഇരിക്കുന്ന. അതുകൊണ്ട് അല്ലാത്ത നമ്പർ തന്നിരുന്നാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവൻ്റെ സ്പീഡ് 5 m/s ആണ്. സ്പീഡ് ലിമിറ്റ് എത്രയാണ്? 1.715 ആണ്. അപ്പോൾ ഈ 1.715നേക്കാളും കൂടിയ സ്പീഡല്ലേ 5 m/s എന്ന് പറയുന്നത്? അതെ. അപ്പോൾ ഇവൻ സ്കിഡ് ചെയ്യും. കാരണം സ്പീഡ് ലിമിറ്റിനേക്കാളും കൂടിയ സ്പീഡിലാണ് ഇവൻ പോകാൻ ശ്രമിക്കുന്നത് അല്ലേ. ആക്ച്വൽ സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ സേഫ് സ്പീഡ് അല്ലേ. സേഫ് സ്പീഡിനേക്കാളും കൂടിയ സ്പീഡിലാണ് ഇവൻ പോകുന്നത്. സോ ദ സൈക്ലിസ്റ്റ് വിൽ സ്ലിപ്പ്. ഈ സൈക്ലിസ്റ്റ് ആ റോഡിൽ സ്ലിപ്പാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് ചെയ്യാനുള്ളത്. ഫോക്കസ് ഏരിയയിലുള്ള പ്രോബ്ലംസ് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്തുള്ള പ്രോബ്ലംസ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, പുറത്തുനിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അത് സ്വാഭാവികമാണ്. പക്ഷേ നമുക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് A+ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ഏരിയ പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് പിന്നെയും സമയം ബാക്കി കിടക്കുന്നു എന്നുണ്ടെങ്കിൽ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ടോപ്പിക്കും കൂടെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുക. അതിൻ്റെ അത് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പറ്റുന്നത്രയും കമൻറ്റ്സിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സമയം കുറവ് കാരണമാണ് ചില കമൻറ്റ്സിന് റിപ്ലൈ തരാൻ സാധിക്കാതെ പോകുന്നത്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.